തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത ഷഹാനയുടെ ബന്ധുക്കൾ മൃതദേഹവുമായി ഇപ്പോൾ ഫോർട്ട് AC ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു പ്രതിഷേധം അവർ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളുമായി AV ജയശങ്കറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, എന്താണ് ബന്ധുക്കളുടെ ആവശ്യം? ശരീരവുമായാണ് AC ഓഫീസിന് മുന്നിലെത്തിയത്. ആംബുലൻസിലാണ് മൃതശരീരമുള്ളത്. ഇവർ നിലവിൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. കാരണം ഇവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം വലിയ തോതിലുള്ള ഗാർഹിക പീഡനം ഈ കുട്ടി ഭർത്തൃ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ ഭർത്താവിനെതിരെയും ഭർത്തൃ മാതാവിനെതിരെയും ഉൾപ്പെടെ കേസെടുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് AC കണ്ട് സംസാരിക്കണം, അസിസ്റ്റന്റ് കമ്മീഷണറെ കണ്ട് സംസാരിക്കാതെ, ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറെ കണ്ട് സംസാരിക്കാതെ ഇവിടെ നിന്ന് പോകില്ല, തങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. സ്ഥലത്ത് വലിയ തോതിലുള്ള പോലീസ് സന്നാഹത്തെ ഒരുക്കിയിട്ടുണ്ട്. ഇവർ പക്ഷേ നിലവിൽ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇവരുടെ ഒരു പ്രതിഷേധമുള്ളത്. ഇവർ തിരിഞ്ഞു പോകണമെന്ന പോലീസ് ഇവരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ പോകാൻ തയ്യാറായിട്ടില്ല. AC കണ്ട് മാത്രമേ തങ്ങൾ ഇവിടെ നിന്ന് മടങ്ങൂ എന്നാണ് ഇവർ പറയുന്നത്. സ്ഥലത്ത് പോലീസും ഈ ആളുകളും തമ്മിൽ ചെറിയ ഉന്തും തള്ളും ഒക്കെ ഉണ്ട്. കാരണം കാര്യങ്ങൾ കുറച്ച് വൈകാരികമാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വൈകാരികമാണ് കാര്യങ്ങൾ. ഇവരെന്തായാലും AC ഓഫീസിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ ചെറിയ വാക്ക് തർക്കം പോലീസുമായി എല്ലാം ഉണ്ടാവുന്നുണ്ട്. ക്രിസ്റ്റീന, നിലവിൽ സംഘർഷ സാധ്യതയൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ കുറച്ച് വൈകാരികമാണ്. അവരെ സംബന്ധിച്ച ഈ ഒരു വിഷയത്തിൽ കൃത്യമായി കുറ്റവാളികൾക്കെതിരെ നടപടി വേണമെന്നാണ് അവരുടെ ആവശ്യം. ഷഹനയുടെ ഭർത്താവിനെയും ഒപ്പം ഭർത്തൃമാതാവിനെയും ഉൾപ്പെടെ കേസിൽ പ്രതി ചേർത്ത് ഒരു അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പക്ഷേ തിരുവല്ലം പോലീസ് ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. മൊഴിയെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇവർക്കെതിരെ കേസെടുക്കാമെന്നാണ് തിരുവല്ലം പോലീസിന്റെ നിലപാട്. എന്തായാലും ഇപ്പോൾ ബന്ധുക്കൾ ഫോർട്ട് AC ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ക്രിസ്റ്റീന, ജയശങ്കർ, പെൺകുട്ടി നിരന്തരമായി ആയിരുന്നുവെന്നാണല്ലോ ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പരാതികൾ മുൻപ് നൽകിയിട്ടുണ്ടോ? അതായത് നമുക്ക് ചില ദൃശ്യങ്ങളും ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 2 മാസത്തിന് മുമ്പുള്ളതാണ്. 2 മാസത്തോളം സ്വന്തം വീട്ടിലായിരുന്നു ഈ കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പരാതിയും നിലവിൽ നമ്മുടെ അറിയില്ല. അത്തരത്തിലുള്ള പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മരണശേഷമാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് നേരിട്ട ക്രൂരതകളെ കുറിച്ച് ബന്ധുക്കളും മറ്റും തുറന്നു പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ബന്ധുക്കൾ AC ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പോലീസും ഈ ബന്ധുക്കളെ ശാന്തരാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ക്രിസ്റ്റീന, അതുപോലെ തന്നെ ഈ ഭർത്തൃ വീട്ടുകാരുടെ പ്രതികരണം ലഭ്യമായിരുന്നോ ഈ കാര്യത്തിൽ? ക്രിസ്റ്റീന, നമ്മൾ അവരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവർ ഈ ഒരു വിഷയത്തിൽ നിലവിൽ പ്രതികരിക്കാനില്ല എന്ന ഒരു മറുപടിയാണ് നമുക്ക് തന്നത്. ക്രിസ്റ്റീന, എന്തായാലും ഇപ്പോൾ ഷഹാനയുടെ മൃതദേഹവുമായി ഫോർട്ട് AC ഓഫീസിൽ പ്രതിഷേധിക്കുകയാണ് ഷഹാനയുടെ ബന്ധുക്കൾ. ഭർത്തൃ വീട്ടിൽ നിന്ന് നിരന്തരം പീഡനം നേരിടുകയായിരുന്നു ഷഹാന എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബന്ധുക്കൾ എന്തെങ്കിലും മാധ്യമങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടോ? അവർക്കെന്തോ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ പോലീസുമായൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായി കാണുന്നുണ്ടല്ലോ. നീതി ലഭിച്ചിട്ടേ തങ്ങൾ ഇവിടെ നിന്ന് പോകൂ എന്നാണ് അവരുടെ നിലപാട്. AC കാണണം, കാര്യങ്ങൾ ധരിപ്പിക്കണം, കൃത്യമായി കുറ്റവാളികൾക്ക് കേസെടുക്കണമെന്നാണ് അവരുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധം മൃതശരീരവുമായി AC ഓഫീസിന് മുന്നിലെത്തി ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങളില്ല എന്നുള്ള നിലപാടാണ് ബന്ധുക്കൾക്കുള്ളത്. അവർ ഇവിടെ വന്ന സമയം മുതൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത ഉണ്ടായ ഘട്ടം മുതൽ നമ്മൾ ഇതിനെ പിന്തുടരുന്നതാണ്. ആ ഘട്ടത്തിലെല്ലാം തന്നെ അവർ ഉന്നയിച്ചൊരു ആവശ്യം അത് തന്നെയായിരുന്നു. ക്രിസ്റ്റീന, ജയശങ്കർ, അതുപോലെ തന്നെ ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ? പോലീസുകാർ ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ അതോ പ്രതിഷേധം തുടരാനുള്ള നീക്കമാണോ? ഇപ്പം മടങ്ങുന്നതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസുമായി ചെറിയ തോതിൽ ചർച്ച നടത്തിയിരുന്നു. കൃത്യമായി നടപടിയെടുക്കാമെന്നൊരു ഉറപ്പ് ഫോർട്ട് AC ഓഫീസിൽ നിന്നും അറിയിച്ച സാഹചര്യത്തിലാണ് അവർ മടങ്ങുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു വൈകാരിക വിഷയമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ നഷ്ടപ്പെടുന്നു. ആ ഒരു ഘട്ടത്തിൽ അതിൽ കൃത്യമായ നടപടി ഉണ്ടാവുന്നില്ലെന്ന് അവർക്ക് തോന്നുന്നു. ആ ഒരു ഘട്ടത്തിലുള്ള ഒരു സ്വാഭാവിക പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ സംസാരിച്ചതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കൃത്യമായി അന്വേഷണം നടക്കാം, നടപടിയെടുക്കാമെന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതശരീരം ഇപ്പോൾ AC ഓഫീസിന്റെ മുന്നിൽ നിൽക്കുകയും അവർ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു. ക്രിസ്റ്റീന,
ശരി, എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത ഷഹാനയുടെ മൃതദേഹവുമായി ഫോർട്ട് AC ഓഫീസിൽ പ്രതിഷേധിക്കാനെത്തിയതായിരുന്നു ബന്ധുക്കൾ. എന്നാൽ പോലീസുകാർ വേണ്ട നടപടിയെടുക്കും എന്ന നൽകിയ ഉറപ്പിന്റെ പേരിൽ ഇപ്പോൾ അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.